ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പാലക്കാടൻ ഉപതെരഞ്ഞെടുപ്പിന്റെ വിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വോട്ടെണ്ണൽ കേന്ദ്രമായ വിക്ടോറിയ കോളേജിൽ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. 14 റൗണ്ടുകളിലായി 184 പോളിംഗ് ബൂത്തുകളിലെ വോട്ടുകളാണ് നാളെ രാവിലെ മുതൽ എണ്ണുക. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുകയാണ്. വാശിയേറിയ പോരാട്ടം നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് ഫലം നാളെ രാവിലെ 8 മണി മുതൽ പാലക്കാട് വിക്ടോറിയ കോളേജിൽ ആണ് വോട്ടെണ്ണൽ നടക്കുന്നത്. 1,94,706 വോട്ടർമാരായിരുന്നു പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. 1,37,302 വോട്ടർമാരാണ് നിലവിൽ പോൾ ചെയ്തത്. പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കൊക്കെ മറുപടി നാളെ ജനവിധിയിലൂടെ ഉണ്ടാകുമെന്നാണ് മുന്നണിയുടെ നേതാക്കളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. 70.51% പോളിംഗ് ആണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. 184 ബൂത്തുകളായിരുന്നു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. 14 റൗണ്ടുകളായി 14 ടേബിളിലാണ് പാലക്കാട്ടെ വോട്ടെണ്ണൽ പുരോഗമിക്കുക. അതേപോലെ തന്നെ ആദ്യഘട്ടത്തിൽ പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുക. പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നതിനായി 5 ടേബിളുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നിലവിൽ പാലക്കാടിനെ സംബന്ധിച്ച് വാശിയേറിയ പോരാട്ടമായിരുന്നു പ്രചരണം ആരംഭിച്ച തുടക്കം മുതൽ വോട്ടെടുപ്പ് ദിവസം വരെ ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ കള്ളപ്പണ വിവാദമടക്കം UDFിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഒടുവിൽ വ്യാജ വോട്ട് ആരോപണത്തിലാണ് UDFും BJPയും പ്രതിസന്ധി നേരിട്ടത്. LDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രചരണമാണ് പാലക്കാട് മണ്ഡലത്തിൽ പുരോഗമിച്ച് വോട്ടെടുപ്പ് ദിവസം വരെ ഉണ്ടായിരുന്നത്. ശക്തമായ അടിത്തറയിൽ വരെ ശക്തമായ പ്രവർത്തനം നടത്താൻ വേണ്ടി LDFിന് സാധിച്ചിട്ടുണ്ട്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ P. സരീൻ, UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ, NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ എന്നിവരെല്ലാം വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് പങ്കുവെക്കുന്നത്. അതിനാൽ തന്നെ പാലക്കാട് ജനവിധിയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. വലിയ രീതിയിലുള്ള വിവാദങ്ങളും രാഷ്ട്രീയ ചർച്ചകൾക്കും വേദിയായ പാലക്കാടിൻ്റെ തെരഞ്ഞെടുപ്പ് വിധി വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അസിത ബാക്കിയുള്ളത്. സച്ചിൻ പറഞ്ഞതുപോലെ ഏറെ ആകാംക്ഷയിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വിധി അറിയാൻ കേരളം ഒന്നാകെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി കേരളത്തിന്റെ എല്ലാ രാഷ്ട്രീയ ചർച്ചകളും പാലക്കാട് കേന്ദ്രീകരിച്ചായിരുന്നു. പാലക്കാട് നിന്നുള്ള ചെറിയ ചലനങ്ങൾ പോലും വലിയ വാർത്തകളാകുന്നതും നമ്മൾ കണ്ടു. അതിന്റെയൊക്കെ കാരണം ഈ ഉപതെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ ഏറെ ആകാംക്ഷയോടെ ആ ഫലത്തിനായി നമ്മൾ ഈ രാത്രി കൂടി കാത്തിരിക്കുകയാണ്.